ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സുധി അങ്ങനെ ജോലി അന്വേഷിച്ച് പോകാൻ നിൽക്കുകയാണ്. ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾ പുറപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇതെങ്കിലും കിട്ടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല, നമ്മളെ എന്തുമാത്രം സച്ചി ഇതാക്കി കാണിക്കുന്നുണ്ടെന്നറിയോ, നാണം കെടുത്തുന്നുണ്ട് അറിയോ, അതുകൊണ്ട് ജോലി കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ജയിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ അപ്പോൾ വേണം, എനിക്കൊരു ജോലി വേണം, കാരണം എനിക്കിപ്പോൾ മനസ്സിലായി, പൈസ ഇല്ലാത്തവർക്ക് ഒരു വിലയില്ല നാട്ടിൽ, ജോലിയും പണവും ഇല്ലാത്തവർക്ക് ഒരു വിലയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഒരു ജോലി വേണം ശ്രുതി, എനിക്കിപ്പോൾ അത് ബോധ്യമായി എന്നൊക്കെ പറയും. അപ്പോൾ ഓക്കെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക് സുധി എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ശ്രുതി. ഇനി പോകാൻ നോക്ക്, സമയം വൈകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങും. അപ്പോഴൊക്കെ അമ്മ അവിടെ നിന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്, മോന് ജോലി കിട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളുടെ ചന്ദ്ര പ്രാർത്ഥിക്കുമ്പോഴേക്കും അമ്മേ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരും. അപ്പോൾ നിൽക്കും മോനെ, ഇതാ വരുന്നു എന്ന് പറയും. എന്നിട്ട് അവിടുന്ന് ചെന്ന് പ്രാർത്ഥിച്ച് ചന്ദനക്കുറിയൊക്കെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പറയും, എന്തായാലും ഈ ജോലി നിനക്ക് കിട്ടും, ഞാൻ അമ്മ അത്രയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങോട്ട് വരും. സച്ചി വന്നിട്ട് അറിയും, നീ എങ്ങടാ ഏട്ടാ, ജോലിക്കാണോ എന്നൊക്കെ പറയും. നിനക്കുണ്ടോ ഈ ഇൻ്റർവ്യൂ ഉണ്ടോ, നിനക്ക് അതൊന്നും കിട്ടാൻ പോണില്ല, നീ കിട്ടിയിട്ടില്ലെങ്കിൽ നീ വിഷമിക്കുന്ന മതി, നീ എൻ്റെ കൂടെ പോരെ, നിനക്ക് ഞാൻ നല്ലൊരു ജോലി വാങ്ങിത്തരാം. അപ്പോൾ ആദ്യം കളിയൊക്കെ ഉണ്ട്, എങ്ങടാ പാർക്കിക്ക് ഉറങ്ങാൻ പോവുകയാണോ എന്ന് വെച്ചിട്ടാണ് കളിയേക്കുന്നത് സച്ചി. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, നീ ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ കൂടെ പോരെ, അപ്പോൾ നീ എനിക്കത് ജോലി വാങ്ങിത്തരണം. എന്താ ഡ്രൈവറുടെ ജോലി, അതാകുമ്പോൾ നല്ല ശമ്പളം കിട്ടും, മാസം നല്ല 30,000 രൂപത്തിന് മുകളിൽ കിട്ടും, പിന്നെ നന്നായി അധ്വാനിച്ചാൽ അതിലും കൂടുതൽ കിട്ടും എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ശ്രുതി എടുത്ത വഴിക്കറിയും, ഇദ്ദേഹത്തെ പോലെ പഠിച്ച് നല്ല ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്ക് പറഞ്ഞ ജോലിയാണോ ഡ്രൈവറുടെ ജോലി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അതിനെന്താ കുഴപ്പം, ഡ്രൈവറുടെ ജോലി ചെയ്ത് എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ച് ഡയലോഗ് പറയും നമ്മളുടെ ശ്രുതി സച്ചിയോട്. അപ്പോൾ നീ എന്താ പറഞ്ഞതെന്ന് നോക്കി. അപ്പോഴേക്കും രേവതി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ പറയും, എന്താ ഡ്രൈവറുടെ ജോലിക്ക് മോശമാണോ, ആ ജോലി കൊണ്ട് ഈ കുടുംബം മുഴുവൻ നോക്കിയിട്ടുണ്ട് സച്ചിയേട്ടൻ, ഇല്ലെങ്കിൽ പറയട്ടെ എന്ന് പറയും. അപ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പോൾ പറയും, ആ ജോലിക്ക് ഏതൊരു ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള പിന്നെ മഹത്വം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയും. അപ്പോൾ പറയും, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് നല്ല പൊസിഷനിൽ എത്തേണ്ടതാണ്, അങ്ങനെയാണ് പറയും. എന്നിട്ട് എന്ത് ചോദിക്കും സച്ചി, എന്നിട്ട് എവിടെ എത്തി, പാർക്കിലോ കടന്നുറങ്ങി എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കും. അപ്പോൾ പറയും, വെറുതെ അങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പിന്നെ മനസ്സ് മടുപ്പിക്കുന്ന വർത്തമാനം പറയാതിരിക്കുക എന്നൊക്കെ പറയും ശ്രുതി. ഞാൻ മനസ്സ് മടുപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞില്ല, നിങ്ങളല്ലേ വെറുതെ എന്നെ ഇതാക്കാമെന്ന് നിങ്ങളല്ലേ, അങ്ങോട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞു എന്ന് പറയും. അപ്പോഴേക്കും രവി അങ്ങോട്ട് വരും. രവി, അച്ഛാ ശ്രുതി ജോലിക്ക് പോകണം അച്ഛാ, അതും കൂടി മനസ്സ് വെറുപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇവർ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ് വന്നിട്ട് ശ്രുതി. അപ്പോൾ പറയും, ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ, ഇവർ ഡ്രൈവർ ജോലിക്ക് മോശം അഭിപ്രായമാണ് പറഞ്ഞത്, എംഎക്കാരനും എന്താ ജോലിക്ക് പോകുന്നില്ലേ, ഒരു ജോലിയില്ലെങ്കിൽ ഡ്രൈവർ ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം, അങ്ങോട്ട് എന്താ കുടുംബം നോക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, സച്ചി നീയൊന്നും മിണ്ടാതിരിക്കുക, ശ്രുതി പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ശ്രുതി, ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്, അത് നീ ആദ്യം മനസ്സിലാക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ശ്രുതിയോട്. അപ്പോൾ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് മാറിക്കും. അപ്പോൾ പറയും, എന്താണ് ശ്രുതി പറയുകയാണ് ശ്രുതിയോട്, അച്ഛൻ്റെ അമ്മയുടെ ആശീർവാദം വാങ്ങുക. അപ്പോൾ പിന്നെ ഇവൻ വലിയ ബാഹുബലിയല്ലേ, ആശീർവാദം വാങ്ങിയിട്ട് എന്താ യുദ്ധത്തിന് പോകാനോ എന്നിട്ട് സച്ചി പറയും. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക സച്ചി ഏട്ടാന്ന് പറയണ രേവതി. എന്നിട്ട് ആശീർവാദമൊക്കെ വാങ്ങി പറയും, എന്തായാലും വേണ്ടില്ല മോനെ, നീ നല്ല ജോലിയൊക്കെ കിട്ടണം, നല്ല ഇതിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹിച്ചിട്ടൊക്കെ വിടുകയാണ്. അപ്പോൾ രണ്ടാളും കൂടെ പോണ സമയത്ത് ചന്ദ്രയും പിന്നാലെ പോവും, ശ്രുതിയും പിന്നാലെ പോവും ശ്രുതിയുടെ. അപ്പോൾ ഇങ്ങനെ രവി ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും രേവതി വിളിക്കുക, സച്ചേട്ടൻ ഭക്ഷണം കഴിക്കണ്ടേ, പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചും കൊണ്ട് പോവുകയാണ് രേവതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ശ്രുതി ഇങ്ങനെ ജോലിയും അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെ പോകുമ്പോൾ അവിടെ നിന്ന് ഇല്ല തോന്നണോ, നോ വേക്കൻസി ഇറങ്ങും. പിന്നെ എവിടേക്കോ വിളിച്ച് നോക്കുമ്പോൾ ഇവിടെ നോ വേക്കൻസി അല്ല പറഞ്ഞിട്ട് ഒരു ടീം വിളിച്ച് പറയുകയാണ്, നിങ്ങൾ വരിക വേണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് ചെന്ന് നോക്കുമ്പോൾ അയാൾ പറയും, ഇതിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ നിങ്ങളുടെ, അത് വേണം, അത് പ്രത്യേകം പറഞ്ഞതല്ലേ, അതെന്താണ് ഇല്ലാത്ത പറയുമ്പോൾ, സാർ ഞാൻ ജോലി ചെയ്യാം സാർ, അങ്ങനെ സാർ ഇങ്ങനെ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും,
അവിടുത്തെ എം ഡി പറയും അതൊന്നും കൊണ്ടൊന്നും കാര്യമില്ല, ഇതിൽ എക്സ്പീരിയൻസ് ഇല്ല തീരെ, അത് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു, അതുപോലും ഇല്ലാതെ പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ജോലി ഞാൻ തരിക എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ സുധി ആകെ നക്ഷത്ര എണ്ണി റോട്ടിൽ കൂടെ തെണ്ടി നടക്കുക. അവന് മനസ്സിലായി കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കയ്യിലുണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അലഞ്ഞ് നടക്കുക, ജോലിക്ക് വേണ്ടി ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ പിന്നെ എന്താണ് രേവതി പോകാൻ നിൽക്കുന്നത്, ഭക്ഷണമൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുന്ന് മേശപ്പുറത്ത് കൊടുന്ന് വെക്കുമ്പോൾ ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് അറിയാം, നീ സച്ചിയുടെ കൂടെ കൂടിയിട്ട് നീ പിന്നെ ഞങ്ങളെ കളിയാക്കാറായോ എന്നൊക്കെ. അപ്പോൾ രേവതി അറിയും, നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞങ്ങൾ കേട്ടുകൊണ്ട് വെക്കണം എന്ന് എവിടുത്തെ ന്യായ ചോദിക്കും രേവതി. അപ്പോൾ നീയാണ് സച്ചിക്ക് ഇത് കൊടുത്ത് വിടുന്നത്, അതായത് സ്ക്രൂ കൊടുത്ത് സച്ചിയെ വിടുന്നത് നീയാണ്. ഒരിക്കലുമില്ല, നിങ്ങൾ ഈ ജോലീനെ പറ്റി പിന്നെ കുറ്റം പറഞ്ഞതുകൊണ്ടാണ്. ഒരു കാലത്ത് അദ്ദേഹം കൊടുന്ന ആ പൈസയും കൊണ്ടാണ് വീട്ടിലെ ചിലവ് നടത്തിയിരുന്നതൊക്കെ നിങ്ങൾ മറന്നുപോയോ ചോദിക്കും. ആ പൈസയും കൊണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നു, അപ്പം ഒന്നും ഇത് കേട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അന്നെന്താ നിങ്ങളുടെ ഈ മകനുണ്ടായിരുന്നില്ലേ, അപ്പോൾ എന്താ ജോലിക്ക് വിട്ട് എന്താ കാശ് കൊണ്ടുവരാഞ്ഞത്, പാർക്ക് പോയി കടന്നുറങ്ങുക. അത് മാത്രമല്ലേ ഉള്ളൂ സച്ചിയേട്ടൻ പറഞ്ഞത്. സച്ചിയേട്ടൻ പറഞ്ഞതിന് എന്താ തെറ്റ്? ഇവിടുന്ന് കുളിച്ച ഡ്രസ്സ് ചെയ്ത് നല്ല അയൺ ചെയ്ത ഡ്രസ്സ് ഇട്ട് ഇവിടുന്ന് പോയിട്ട് പാർക്ക് പോയി കടന്നുറങ്ങല്ലേ ചെയ്തിരുന്നത്, അന്ന് എന്താ വേറെ ജോലിയൊന്നും അന്വേഷിക്കാതിരുന്നത് എന്നൊക്കെ വയ്ക്കും. അപ്പോഴേക്കും മറ്റവളും വരും, ശ്രുതി എന്ന് പറയുന്നത്, നിങ്ങളങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട, പിന്നെ അദ്ദേഹം നല്ല പൊസിഷനിലെത്തും, എത്തട്ടെ അപ്പോൾ പറയാം എന്നിങ്ങനെ രേവതി എന്തായാലും ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുക തന്നെ ചെയ്യേണ്ടത്, നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. നീ എന്താണ് ഇപ്പോൾ വലിയ വർത്തമാനം പറയാൻ പഠിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ പറയും അതേ കാര്യം പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് പറയും. നിങ്ങൾ അദ്ദേഹത്തിന് അങ്ങനെ കൊച്ചാക്കി കാണുമൊന്നും വേണ്ട എന്ന് പറയും. നീ ഇപ്പോൾ വലിയൊരു പൂക്കട തുടങ്ങിയിട്ട് അതിൻ്റെ മറ്റേ ബ്രാഞ്ചുകളൊക്കെ നീ തുടങ്ങാൻ പോവല്ലേ, പിന്നെ മാസം എന്താ പറയുക കുറേ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവല്ലേ, നീ എൻ്റെ പേര് പറഞ്ഞിട്ടാണ് എൻ്റെ ശ്രുതിമോള് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പാർലർ, അതിൻ്റെ ബ്രാഞ്ചുകൾ വരും, മാസം ലക്ഷങ്ങളാണ് അവൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ആകെ വരേണ്ടത് നിൽക്കും. ദൈവം ഇനി അടുത്ത കുരിശായി, കാരണം അവൾ വെറും അവിടുത്തെ സ്റ്റാഫാണെന്നുള്ളതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവൾ അറിയാം, അത് നീ കണ്ടോ അവിടുന്ന് പിന്നെ ഇനി എൻ്റെ ശ്രുതിമോൾ ഇനി ബ്രാഞ്ചുകൾ ഒരുപാട് തുടങ്ങും. അപ്പോൾ എടുത്തൊഴിക്കൽ രേവതി അറിയും, ആരാണ് തെരുവോരത്ത് നിൽക്കാൻ വന്നത്, ആരാണ് ബ്രാഞ്ചുകൾ തുടങ്ങാൻ ആരാണെന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും. അത് കുറച്ചും കൂടെ അങ്ങോട്ട് കഴിയട്ടെ എന്നിങ്ങനെ പറയും രേവതി. അപ്പോൾ എന്താ പറയുക, രേവതി നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് തന്നതിന് 10 അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ പറയും, നിങ്ങൾ പിന്നെ ഒരു കാര്യം സച്ചേട്ടന് മാത്രം കുറ്റം പറയാം, നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ ഈ സച്ചേട്ടൻ്റെ മെക്കിട്ട് കയറാൻ വരികയാണല്ലോ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇനിയിപ്പോൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് തോന്നണില്ല അറിയും. നിനക്കൊരു പൂക്കട ഇട്ട് തന്നതിൻ്റെ അഹങ്കാരമാണ് എന്നൊക്കെ പറയും ചന്ദ്ര. അപ്പോൾ അതെ, എല്ലാവരും എന്നെ ചവിട്ടി താഴ്ത്തി എൻ്റെ തല പൊക്കാതെ ഇപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായി തന്നതാണ് ആ പൂക്കട. ആ പൂക്കടയിൽ നിന്നാവും ഞാൻ, ആ പൂക്കട എനിക്ക് തന്നു, ഇവളെ ഭർത്താവ് എന്താ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ അതിന് ആർക്കും മറുപടിയില്ല. എന്നെ എല്ലാവരും അപമാനിച്ചപ്പോൾ എൻ്റെ സച്ചേട്ടൻ എനിക്കിട്ട് തന്നാണ് ആ പൂക്കട. ശ്രുതിക്ക് എന്താ കൊടുത്തത്, അദ്ദേഹം എന്താ കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയില്ലല്ലോ. അങ്ങനെ അവിടുന്ന് അപ്പോൾ നീ എവിടെ കറന്നിട്ട് എന്തിനാണ് ഈ നെഗളിക്കുന്നതൊക്കെ അറിയാമെന്നറിയും. അപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ നേരില്ല പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോകും കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ പറയും, ആൻറ്റി മനസ്സിലായില്ലേ, അവൾ എന്താണ് ഞങ്ങളെ കളിയാക്കിയതാണ്, ഇത് പറയാതെ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അവൾ പറയട്ടെ, അവളൊക്കെ എവിടം വരെ പറയും എന്നുള്ളതൊക്കെ എനിക്കറിയാം, അവളെയൊക്കെ എന്താ ചെയ്യണം, അവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അവൻ്റെ ധൈര്യത്തിലാണ് അവൾ നടക്കുന്നത്, അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാമെന്ന് ഇങ്ങനെ ചന്ദ്ര പറയുകയാണ് കേട്ടോ. അതിന് പിന്നെ കാണിക്കുന്നത് നമ്മളെ സുധീത അങ്ങനെ തെണ്ടി നടക്കണം ഓരോ സ്ഥലത്ത് കൂടെ. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ചേരും. ഒരു പ്രാവശ്യം അവൻ അവിടെ 2 ദിവസമായിട്ട് ജോലി ചെയ്തിട്ട് അവിടെയുള്ളൊരു മേഡം രാധിക എന്നോ മറ്റുമാണ് അവരുടെ നെയിം ബോർഡ് ഉണ്ട്. അപ്പോൾ ആ മേഡത്തിൻ്റെ കൂടെ ഇവളുണ്ട്. അവിടെ വെച്ചിട്ടാണ് തോന്നുന്നു ഇവൾ ശ്രുതിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അയമ്മയോട് എന്തോ ദേഷ്യപ്പെട്ട് പേരൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെ അയമ്മയുടെ കാല് പിടിക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ മേക്കമ്മീന്ന് നോക്കുമ്പോൾ എസ് കമ്മീൻ എന്നൊക്കെ പറഞ്ഞ അയമ്മ വിളിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അയമ്മ പറയും, നിങ്ങൾ ആ ശ്രുതിയുടെ ഭർത്താവല്ലേ, നല്ലൊരു പെൺകുട്ടി, അതിനെങ്ങനെ ഇങ്ങനെ ഒരാളെ കിട്ടിയത്, നിങ്ങളുടെ മനസ്സിൽ ഈഗോ ആണ്, നിങ്ങളുടെ വലിയ പഠിപ്പാണെന്ന് നിങ്ങളുടെ വിചാരം, ഇതെന്ന് അയമ്മ കുറേ പറയും. അതിൽ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ആണുങ്ങളെ MD ആയിരിക്കുന്ന വല്ല സ്ഥാപനം ഉണ്ടാവും, അവിടെ പോയി ചോദിച്ചോളൂ പറയും. അപ്പോൾ പിന്നെ കാല് പിടിച്ചിട്ട് പറയും, മേഡം എനിക്ക് എന്തെങ്കിലും ഒരു ജോലി, ഇവിടെ ഒരു സൂപ്പർവൈസറുടെ ഒഴിവുണ്ടെന്ന് കണ്ടു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്നെ
ഒഴിവാക്കരുതെന്ന് പറയുമ്പോൾ പറയും സൂപ്പർവൈസറുടെ ജോലിയൊക്കെ ഒഴിവാണ്, പക്ഷേ നിങ്ങൾക്ക് ആ ജോലി ഞാൻ തരില്ല എന്ന് പറയും. അങ്ങോട്ട് പൊയ്ക്കോളാൻ പറയും. ഇപ്പം കേണ് പറയും. അപ്പോൾ എന്ത് പറഞ്ഞിട്ടും വിട്ടു കൊടുക്കണില്ലേ. അമ്മ പറഞ്ഞു തരില്ല, ഞാൻ തരില്ല നിങ്ങൾക്ക് ആ ജോലി എന്നൊക്കെ പറയും. അവസാനം പറയും മാഡം ഞാൻ നിന്നോളം സിദ്ധേ മാഡം, ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല മാഡം എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ പേന എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് നിങ്ങൾ പോയത്, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ജോലി തരിക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും മാഡം അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, എനിക്കൊരു ജോലി അത്യാവശ്യമാണ് മാഡം, എന്നെ കൈ ഒഴിയരുത് മാഡം, ഇതാണെന്നൊക്കെ ഇങ്ങനെ ശ്രുതി നിന്ന് കേണ് പറയാണ്. അപ്പോൾ പറയും പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ ശ്രുതി നല്ലൊരു പെൺകുട്ടിയായിരുന്നു, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതല്ലാണ് എനിക്ക് സങ്കടം എന്നൊക്കെ അമ്മ പറയാൻ കേട്ടോ. അതായത് നിങ്ങളെ പിന്നെ MD ആയ ഞാനൊരു സ്ത്രീയല്ലേ, അപ്പോൾ നിങ്ങളെ ഈ ഭൂമിക്ക് കൊണ്ടുവന്നതൊരു സ്ത്രീയല്ലേ, എന്നിട്ടും നിങ്ങൾക്ക് സ്ത്രീകളുടെ കീഴിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അന്തസ്സിന് കുറവല്ലേ, എന്നാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ജോലിയില്ല, നിങ്ങൾക്ക് ആണുങ്ങൾ MD ആയിരിക്കുന്ന സ്ഥാപനങ്ങളുടെ അവിടെ പോയി അന്വേഷിക്കും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും EMS അമ്മയ്ക്ക് പറ്റില്ല എന്ന് പറയും, സോറി എന്ന് പറയും. അപ്പോൾ അവസാനം അവൻ പോവുകയാണ്. അപ്പോൾ കാല് പിടിക്കും പോലെ പറയുകയാണ് കേട്ടോ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് തരുവാണ്. പറ്റില്ല, യു ക്യാൻ ഗോ എന്നറിയാം. അവസാനം പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും പിന്നെ എന്ത് പറഞ്ഞിട്ടും ഇവർ പോകുന്നില്ലാണ്. ഇപ്പോൾ ഒരു ഫോൺ എടുത്തിട്ട് പിന്നെ ഫോണിൽ സംസാരിക്കുന്ന പോലെ കാണിക്കും, പറയും ആ ഫയലുകൾ വേഗം കൊണ്ടുവരും പറയും. അപ്പോൾ അവന് മനസ്സിലായി ഇനിയിപ്പോൾ അവിടെയും നിന്നിട്ട് കാര്യമില്ല എന്ന് പറയും. പിന്നെയും തെരുവ് കൂടെ നടക്കുക തന്നെയാണ്, റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നടക്കുക. അവസാനം റോഡ് ക്രോസ് ചെയ്തൊരു സ്ഥലത്ത് തലയ്ക്ക് കയ്യും വെച്ച് ഇരിക്കുമ്പോൾ അവനാലോചിക്കും കുറേ സർട്ടിഫിക്കറ്റുകൾ, ഒരു ഉപകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ്, പഠിക്കേണ്ടിയിരുന്നില്ല, പഠിക്കാതെ വേറെ വല്ലതും നോക്കിയാൽ മതിയായിരുന്നു, പഠിച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യമുള്ളത്, പഠിച്ചിട്ട് കാര്യമുള്ളവരൊക്കെ ഉണ്ടാവും, ഈഗോ മനസ്സിൽ മാറ്റിയാൽ തന്നെ അയാൾ നേരെ, അയാൾക്ക് അത് മാറ്റില്ല, അയാൾക്ക് എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു ചിന്ത, അതാണ് സംഭവം. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന സ്വയം ദേഷ്യം വന്നിട്ട് ആ ഇതിലിങ്ങനെ ഇരിക്കുകയാണ് അവൻ കേട്ടോ, ആകെ സങ്കടപ്പെട്ട പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അയാൾക്ക് മനസ്സിലായി ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം വീട്ടിൽ നിന്ന് ജോലി കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് ചന്ദ്രയൊക്കെ പറയും, എന്തായാലും ചന്ദ്രയും ശ്രുതിയും പറയുന്നുണ്ട് രേവതിയോട്, ആ ജോലി എന്തായാലും കിട്ടും, ഞങ്ങൾ നല്ല നിലയിലെത്തും, ഇതാണ് ഒക്കെ കണക്കാണ്, മനസ്സിൽ കുശുമ്പും കുഞ്ഞായ്മയും കൊണ്ട് നടക്കുന്നതായിട്ടൊക്കെ അല്ലേ നടക്കുക. അവിടുന്ന് പിന്നെ എന്ത് ചെയ്യും, പിന്നെ കാണിക്കുന്നത് എന്താണ്, ഇത് നമ്മളുടെ വർഷയും ശ്രുതിയും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ വർഷ പറയുക, എന്തിനാണ് ശ്രുതി ചേച്ചി ഇവിടുന്ന് പോകാൻ നിൽക്കുന്നത്, സച്ചി അയാൾ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, അയാൾ പറയുന്നത് അയാൾക്ക് തന്നെ അറിയില്ല എന്താണ് അയാൾ പറയുന്നത്, ഒരു സെൻസ് ഇല്ലാത്ത മനുഷ്യനാണ്, അതിനും നിങ്ങൾ ഇവിടുന്ന് വീട് മാറിപ്പോണ്ടോ ഒരു കാര്യവുമില്ല, പിന്നെ സച്ചിയേട്ടൻ നുണ പറഞ്ഞതുകൊണ്ടല്ലേ, അല്ല സോറി ശ്രുതിയേട്ടൻ നുണ പറഞ്ഞതുകൊണ്ടല്ലേ സച്ചിയേട്ടൻ അങ്ങനെ അയാൾ അങ്ങനെ പറയുന്നത് എന്ന് പറയുകയാണ്. അതായത് പിന്നെ ഇവിടുന്ന് ജോലിക്കാന്ന് പറഞ്ഞ് പാർക്ക് പോയി കടന്നുകൊണ്ടല്ലേ ഇപ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഇട്ട് കളിയാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവളൊരു പൊട്ടൂസ്, അവൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവളിങ്ങനെ നോക്കുകയാണ് ശ്രുതി, ഇവളെന്താടാ ഈ പറയണത് വെച്ചിട്ട്. അപ്പോൾ പറയും എൻ്റെ ശ്രീകാന്ത് എന്നോട് നുണയൊന്നും പറയില്ല, ഉള്ളത് പോലെ പറയുള്ളൂ, എൻ്റെ ശ്രീകാന്തിന് എന്നോട് നുണ പറയാൻ പറ്റില്ല, എൻ്റെ ശ്രീകാന്ത് നല്ലതാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വെച്ച് കാച്ചുകയാണ് കേട്ടോ വർഷ. അതിൽ അപ്പോൾ പറയും ഇത് പിന്നെ ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡ് നുണ പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നമായത്, എന്തായാലും ഇവിടുന്ന് പോകുമെന്ന് വേണ്ട, നിങ്ങളിവിടെ നിൽക്കുക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പോകണോ, ഇനി മറ്റുള്ളവർക്ക് അങ്ങനെ പറയാനൊരു അവസരം കൊടുക്കാതിരുന്നാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുകയാണ്. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല, കാരണം ശ്രുതിക്ക് അറിയാം ഇതാണിപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഇവന് ഈ കള്ളം പറഞ്ഞുകൊണ്ടാണെന്ന് അറിയാം, അങ്ങോട്ട് ശ്രുതി ഒന്നും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷ പറഞ്ഞത് കേട്ടിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗ്യാസ് പോയ പോലെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെമ്പനീർ പൂവും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോണ്. അപ്പോൾ അങ്ങനെ സച്ചിയുടെ വാക്കുകളും ഡ്രൈവറായിട്ട് പോരണോ എന്ന് ചോദിക്കുന്നതും ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ട്, നല്ല കഥയാണ്. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ എൻ്റെ രാധാസ് ഹോമിലി കിച്ചൺ നിങ്ങളെല്ലാവരും മിസ് ചെയ്യാണ്ട് കേൾക്കണം കഥ. ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതല്ല ഒരുപക്ഷെ വലിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടായാലും, എന്നാലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് എനിക്കൊരു കുഞ്ഞു വീട് വേണം, എനിക്കും എൻ്റെ അനിയത്തിക്കും താമസിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്കൊക്കെ തന്നാൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി എൻ്റെ ഈ ചാനലുകളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടണം. രാധാസ് ഫാമിലി കിച്ചൺ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, കുറേയൊക്കെ അങ്ങനെ കിടക്കണു, അധികം വ്യൂവേഴ്സൊന്നും ഇല്ലാതെ. നിങ്ങളുടെയൊക്കെ ദയവുണ്ടാവണം. നിങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. പിന്നെ മിസ്റ്റേക്കുകളില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ കഥ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാണുമെങ്കിൽ ക്ഷമിക്കുക, എന്നിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.